One makes their own luck by being prepared when opportunity knocks. അവസരങ്ങളും തയ്യാറെടുപ്പുകളും ഒത്തുചേരുമ്പോഴാണ് ഭാഗ്യമുണ്ടാകുന്നത്. അവസരങ്ങൾ വരുമ്പോൾ കയറിപ്പിടിക്കുവാൻ തയ്യാറായിരിക്കുന്നവർക്ക് ഭാഗ്യം സൃഷ്ടിക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്ക് പറഞ്ഞതാണ് ഈ വാചകം. ഒരു അമേരിക്കൻ പത്രപ്രവർത്തക ഇലോൺ മസ്കുമായി അഭിമുഖം നടത്തുകയായിരുന്നു. താങ്കൾ വലിയ ഭാഗ്യവാനാണല്ലേ? അവർ ചോദിച്ചു. അതെ, ഞാൻ ഭാഗ്യവാനാണ്. എന്റെ തലയ്ക്ക് മുകളിലൂടെ ഭാഗ്യം കടന്നു പോകുമ്പോൾ ഞാൻ ചാടിപ്പിടിക്കും, ഇലോൺ മസ്ക് മറുപടി പറഞ്ഞു. ചാടിപ്പിടിക്കുവാൻ ഭാഗ്യം കടന്നുപോകുന്ന സമയം താങ്കൾ എങ്ങനെ മനസ്സിലാക്കും? പത്രപ്രവർത്തക ചോദ്യം തുടർന്നു. ഞാൻ എപ്പോഴും ചാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭാഗ്യം കടന്നുപോകുന്ന ഒരവസരവും എനിക്ക് നഷ്ടപ്പെടാറില്ല. ഇഫ് യു വാണ്ട് ടു ബി സക്സസ്, യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. ജീവിതത്തിൽ എപ്പോഴും വിജയം കാത്തിരിക്കുന്നവരാണ് നാം. എന്നാൽ വിജയം സംഭവിക്കുന്നത് ആക്ഷനിലൂടെയാണെന്ന് പലരും ഓർക്കാറില്ല. ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. എന്നാൽ വേറെ ചിലർ എന്തിനും എടുത്തു ചാടും. കുറച്ചു കഴിയുമ്പോൾ നിന്നുപോകും. നശിച്ച മടിയാണ് എന്റെ ജീവിതം മുടിച്ചത്. മടി കാരണം ഞാൻ ഏത് കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കും. നാളെ നീളയായി പോകും. ഞങ്ങളുടെ വീഡിയോകൾ കണ്ടു വിളിക്കുന്ന ആളുകളുടെ പരാതികൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്കും ഇതൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ. സാരമില്ല, ഈ വീഡിയോയിൽ പറയുന്ന 7 കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്താൽ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ അവസരങ്ങളുമായി കൂട്ടിമുട്ടുകയും നിങ്ങൾക്ക് ഭാഗ്യം സൃഷ്ടിക്കാനും സാധിക്കും. വീഡിയോ കണ്ട ശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 7907536093 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണം മെസ്സേജ് ചെയ്യാൻ മടിക്കേണ്ട. ഞങ്ങൾ നിങ്ങളുടെ സഹായത്തിനുണ്ട്. ഭാഗ്യത്തിലേക്കുള്ള ആദ്യ പടി ചവിട്ടിക്കയറാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നുകൂടി വിശദമാക്കാം. നമ്പർ 1, അണ്ടർസ്റ്റാൻഡിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് ആക്ഷൻ. വിജയത്തിലേക്ക് എത്തുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് പ്രവർത്തിച്ചു തുടങ്ങുക എന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ ഉടൻ തന്നെ അതുകൊണ്ടുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് പിന്നീട് ചെയ്യാമെന്ന് നീട്ടിവെക്കുകയാണ് നമ്മുടെ പതിവ്. എന്ത് കാര്യം നേടണമെങ്കിലും അതിനുവേണ്ടി ചെറുതായെങ്കിലും ഒരു പ്രവർത്തനം തുടങ്ങിവെക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇതിനായി നിങ്ങളെടുക്കുന്ന ഓരോ എഫർട്ടും വിജയത്തിലേക്കുള്ള നിക്ഷേപമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഫാമിലി സഹിതം ഒരു ടൂർ പോകാൻ പദ്ധതിയിടുകയാണെന്ന് വിചാരിക്കുക. സാമ്പത്തികമായ ചില കമ്മിറ്റ്മെന്റുകൾ കാരണം ഇതിനായി പണം ചിലവഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? എല്ലാ മാസവും ഒരു നിശ്ചിത തുക മറ്റൊരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. പതിയെ ഈ ചെറിയ നിക്ഷേപം വലിയ തുകയിലെത്തും. സ്വപ്നത്തിനു വേണ്ടിയുള്ള ചെറിയ പ്രവൃത്തി അവസാനം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി നോക്കാം. നമ്പർ 2, ഐഡന്റിഫൈയിങ് വാട്ട്സ് ഹോൾഡിംഗ് യു ബാക്ക്. സ്വപ്നങ്ങളെ കൊതിയോടെ നോക്കി നിൽക്കുമ്പോഴും അതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടാകാം. പലപ്പോഴും അത് പുതിയ കാര്യങ്ങളെ നേരിടാനുള്ള ഭയമോ തോൽവിയെക്കുറിച്ചുള്ള ആകുലതയോ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നുള്ള ട്രോമയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനോമണ്ഡലത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പ്രശ്നങ്ങളോ ആകാം. നമ്മളെ നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ആ ഘടകം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് പിന്നീട് വേണ്ടത്. നമുക്ക് മുന്നിൽ വരുന്ന നല്ല അവസരങ്ങളെ പലപ്പോഴും മനഃപൂർവ്വം നാം അവഗണിക്കാറുണ്ട്. അതിന്റെ കാരണം മുൻകാല അനുഭവങ്ങളിൽ നിന്നുമുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്താകും. ഉദാഹരണത്തിന്, ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ ആദ്യ ശ്രമത്തിൽ അപകടത്തിൽപ്പെടുകയും പിന്നീട് ആ വാഹനത്തെ തന്നെ വിമിഷ്ടത്തോടെയും നോക്കുന്ന അവസ്ഥകൾ നാം കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കുക, വീണാണ് നമ്മൾ നിൽക്കാൻ പഠിച്ചത് തന്നെ. നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഭയം അഭിവൃദ്ധി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനെ നേരിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഭയം നിങ്ങളെ വിട്ടകലും. സ്വന്തം കഴിവുകളിലും ശക്തിയിലും വിശ്വാസമർപ്പിക്കുക, മുന്നോട്ടു പോവുക. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? ഒരു ശിഷ്യൻ ഗുരുവിന്റെ കൂടെ ഗുരുകുലത്തിൽ താമസിക്കുകയാണ്. എന്നാൽ ഈ ശിഷ്യൻ എന്ത് കാര്യങ്ങളും പിന്നീടേക്ക് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന കുഴിമടിയനാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് അവൻ വളരെ പിന്നിലാണ്. അതിനാൽ തന്നെ ശിഷ്യന്റെ മടി മാറ്റാൻ ഗുരു തീരുമാനമെടുക്കുന്നു. ഒരു ദിവസം ഗുരു ശിഷ്യന്റെ കയ്യിൽ ഒരു കല്ല് നൽകിക്കൊണ്ട് പറയുന്നു, ഇതൊരു മാന്ത്രിക കല്ലാണെന്ന്. ഇത് ഏതെങ്കിലും ഇരുമ്പിൽ വെച്ചുരച്ചാൽ സ്വർണമായി മാറുമെന്ന്. അവിടം സ്വർണം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഞാൻ ഒരിടം വരെ പോവുകയാണ്.
തിരിച്ചു വരുന്നതുവരെ ഇത് നിന്റെ കയ്യിൽ സൂക്ഷിക്കണമെന്ന് ഗുരു പറയുന്നു. പോകുന്നതിന് തൊട്ടു മുൻപായി ഗുരു ശിഷ്യനെ നോക്കി നിനക്ക് നാളെ വൈകുന്നേരം വരെയേ സമയമുള്ളൂ എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ശിഷ്യൻ തനിക്ക് എവിടുന്ന് കൂടുതൽ സ്വർണമുണ്ടാക്കാൻ കഴിയുമെന്നതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നു. മാർക്കറ്റിൽ പോയാൽ അവിടെ ചിലപ്പോൾ പഴയ ഇരുമ്പ് കഷ്ണങ്ങൾ കാണാൻ സാധിച്ചേക്കും. അങ്ങോട്ട് പോകാമെന്ന് അവൻ തീരുമാനിച്ചു. പിന്നീട് ശിഷ്യൻ വിചാരിച്ചു, ഇപ്പോൾ വൈകിയില്ലേ, ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് പോകാം. അങ്ങനെ മടിയനായ ശിഷ്യൻ താൻ പണക്കാരനാകുന്നതും സ്വപ്നം കണ്ടുറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒന്നുറങ്ങാൻ തോന്നുകയും ഉറങ്ങാനായി പോവുകയും ചെയ്യുന്നു. എന്തിനാണ് തിടുക്കപ്പെട്ടു പോകുന്നത്? വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ എന്നോർത്ത് നന്നായി ഉറങ്ങുന്നു. എന്നാൽ ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ വൈകുന്നേരമായിരിക്കുന്നു. ശിഷ്യൻ ചാടി എഴുന്നേറ്റ് മാർക്കറ്റിൽ പോകാൻ ഒരുങ്ങുമ്പോൾ അതാ ഗുരു വരുന്നു. നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, ഇനി അത് തിരിച്ചു തരൂ എന്ന് ഗുരു പറയുന്നു. എന്നാൽ ശിഷ്യൻ കുറച്ചു സമയം തനിക്ക് അനുവദിക്കാൻ യാചിക്കുന്നു. 1 സെക്കൻഡ് പോലും നിനക്കതിന് അവകാശമില്ല, അതാണ് നിനക്ക് ഞാൻ തരുന്ന ശിക്ഷയെന്ന് ഗുരു കോപിച്ചുകൊണ്ട് പറഞ്ഞു. സമയത്തിന് വില കൽപ്പിക്കാത്ത ഒരാൾക്കും ഞാൻ ഈ കല്ല് ഇനി നൽകില്ലെന്ന് ഗുരു തറപ്പിച്ചു പറഞ്ഞു. ഇത് മറ്റു ശിഷ്യന്മാർക്ക് മുന്നിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കല്ല് ലഭിച്ച ശിഷ്യൻ കുറ്റബോധത്താൽ തല കുനിച്ചു നിൽക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് സമയമുണ്ട് എന്നോർത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് നീട്ടിവെക്കുന്ന കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ കഴിയാതെ വരികയോ അതിന് പ്രസക്തി നഷ്ടപ്പെടുകയോ ചെയ്യും. ഏതൊരു വിജയത്തിനും നിരന്തരമായ പരിശ്രമവും അതിനുള്ള മനസ്സും ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സയൻസാണ്. നമ്പർ 3, ദ സയൻസ് ബിഹൈൻഡ് മോട്ടിവേഷൻ ആൻഡ് ആക്ഷൻ. സന്തോഷത്തിന്റെയും തൃപ്തിയുടെയും കെമിക്കലായ ഡോപ്പമിനാണ് ബ്രെയിനിൽ മോട്ടിവേഷനെ ഡ്രൈവ് ചെയ്യുന്നത്. ചെറിയ സന്തോഷങ്ങളിലെല്ലാം തന്നെ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു. ചെറിയ ചെറിയ വിജയങ്ങൾ മോട്ടിവേഷന്റെ ആധാരമാണ്. നിങ്ങളൊരു ചെറിയ കാര്യം തുടങ്ങിവെച്ച് അതിന് സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് നടക്കാൻ അത് നിങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു രചനകൾ പോസ്റ്റ് ചെയ്തു തുടങ്ങാം. ഇതിലൂടെ ആളുകളുടെ പ്രോത്സാഹനം ലഭിച്ചു തുടങ്ങും. ഇതൊരു മോട്ടിവേഷനായി മാറുന്നു. പതിയെ കൂടുതൽ മികച്ച കണ്ടന്റുകൾ നിങ്ങൾ നിർമ്മിച്ചു തുടങ്ങും. സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന പിന്തുണ നിങ്ങളെ വിശാലമായ പുരോഗതിയിലേക്ക് നയിക്കുകയും ഒരു പുസ്തകത്തിന്റെ രൂപത്തിലേക്ക് എഴുത്തുകളെ എത്തിക്കാനുള്ള കോൺഫിഡൻസും മോട്ടിവേഷനും ലഭിക്കുകയും ചെയ്യുന്നു. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് മാതൃകയിൽ ഓരോന്നായി അടയാളപ്പെടുത്തി വയ്ക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും. ഒരു കാര്യം സ്ഥിരമായി ചെയ്യുമ്പോൾ അത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമാകുന്നു. ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആകുന്നു. കാര്യങ്ങൾ എളുപ്പമായി ഫീൽ ചെയ്തു തുടങ്ങുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് നാലാമതായി പറയാൻ പോകുന്നത്. സ്ട്രാറ്റജീസ് ടു ഓവർകം പ്രൊക്കാസ്റ്റിനേഷൻ. എങ്ങനെ എവിടെ നിന്ന് തുടങ്ങും എന്ന ആശയക്കുഴപ്പവും ഭയവും കാര്യങ്ങളെ നീട്ടിവെക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് മറികടക്കാൻ ചില സ്ട്രാറ്റജികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. വളരെ വലിയൊരു പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് മുന്നിൽ ചെയ്തു തീർക്കാനുള്ളതെങ്കിൽ ചെയ്യേണ്ട ഭാഗങ്ങളെ ചെറിയ ടാസ്കുകളാക്കി ചെയ്തു തുടങ്ങുക. പ്രൊജക്ടിന്റെ ആമുഖത്തിൽ ആദ്യം ഫോക്കസ് ചെയ്യുക. അത് ചെയ്തു തീർത്തതിന് ശേഷം പിന്നീട് അടുത്ത ഭാഗത്തേക്ക് കടക്കുക. 2 മിനിറ്റ് റൂൾ ഇതിൽ അപ്ലൈ ചെയ്യാം. ചെയ്യേണ്ടുന്ന കാര്യത്തിനായി 2 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി ആരംഭിക്കുക. ഏത് കാര്യവും തുടങ്ങി വെക്കാനാണ് ബുദ്ധിമുട്ട്. തുടക്കം സാധ്യമായാൽ ബാക്കി കാര്യങ്ങൾ താനെ നടക്കും. നമ്പർ 5, ക്രിയേറ്റിംഗ് എ നോ എക്സ്ക്യൂസസ് മൈൻഡ് സെറ്റ്. ലിമിറ്റേഷൻസിൽ ഫോക്കസ് ചെയ്യാതെ പ്രോബ്ലം സൊല്യൂഷൻ മൈൻഡ് സെറ്റിലേക്ക് എത്തേണ്ടതുണ്ട്. സ്വയം കാരുണ്യം കാണിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ധാരാളം ചവർപ്പ് കുടിച്ചു വറ്റിച്ചാണ് നാം ഇവിടെ എത്തിയതെന്നോർക്കുക. എന്നെക്കൊണ്ട് കഴിയും, ഞാൻ ഇതിന് കേപ്പബിൾ ആണ് എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുക. മറികടക്കാൻ കഴിയില്ല എന്ന് നാം കരുതിയ എത്രയോ ദുരിതങ്ങളെ നമ്മൾ മറികടന്ന് മുന്നോട്ടു പോയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് കഴിഞ്ഞുകൂടാ? എല്ലാത്തിനും പെർഫെക്ഷൻ നിർബന്ധമുള്ളവർ മരണം വരെ ഒന്നും ചെയ്യാതെയിരിക്കും. ആളുകളുടെ വിചാരണയെ പേടിച്ച് തന്നിൽ നിന്ന് ലോകം കാണുന്നതെല്ലാം പെർഫെക്റ്റായത് മാത്രമായിരിക്കണമെന്ന് നിർബന്ധം പിടിച്ച് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ സ്തംഭിച്ചു നിൽക്കും. പെർഫെക്ഷൻ ഇല്യൂഷനാണ്. മിസ്റ്റേക്കുകളിൽ നിന്നാണ് ചരിത്രം ഉടലെടുത്തിട്ടുള്ളത്. എക്സ്ക്യൂസ് പറയാതെ മുന്നോട്ട് വരിക. തെറ്റുപറ്റിക്കോട്ടെ, തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് കുതിക്കാം. നമ്പർ 6, ദ റോൾ ഓഫ് ഡിസിപ്ലിൻ ഇൻ ഡ്രൈവിംഗ് ആക്ഷൻ. നമ്മുടെ ആഗ്രഹങ്ങൾ റിയാലിറ്റിയിലേക്ക് എത്തുന്നതിനുള്ള ഇന്റൻഷനും ആക്ഷനും ഇടയിലുള്ള പാലമാണ്
ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരു കാര്യത്തിനായി ആദ്യത്തെ പടി എടുത്തു വെക്കുമ്പോൾ തന്നെ അവയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന നിരവധി ചിന്തകളുണ്ടാകും. അത്തരം ചിന്തകളെ മുഖവുരയ്ക്കെടുക്കാതെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. വിജയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കിടയിലും പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഒന്നും ഒരൊറ്റ ദിവസം കൊണ്ട് കീഴടക്കൽ സാധ്യമല്ല. അതിനായി നിരന്തര തയ്യാറെടുപ്പുകളുടെ ആവശ്യമുണ്ട്. താൽപ്പര്യമില്ലെങ്കിൽ പോലും വിജയത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധിതമായി ചെയ്യുക. അവസാനം അത് നിങ്ങളുടെ ശീലമാകും. നല്ല ശീലങ്ങൾ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഡിസിപ്ലിൻ ഈസ് ഓൾ അബൌട്ട് വാട്ട്സ് നീഡ് ടു ബി ഡൺ ഈവൻ വെൻ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. ഇനി 7ാമത്തെയും അവസാനത്തെയും അടവാണ് പറയാൻ പോകുന്നത്. നമ്പർ 7, സസ്റ്റെയിനിങ് ആക്ഷൻ ഫോർ ലോങ് ടേം സക്സസ്. സക്സസിലേക്ക് എത്തുന്നതിനുള്ള ഏറ്റവും ക്രിട്ടിക്കലായ ആസ്പെക്റ്റാണിത്. ഒട്ടുമിക്ക ആളുകളും എന്തെങ്കിലും ഒരു മോട്ടിവേഷന്റെ സ്വാധീനത്തിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. എന്നാൽ മോട്ടിവേഷന്റെ ഇന്ധനം തീർന്നാൽ പഴയപടിയാകുകയും ചെയ്യും. എന്താണ് നമുക്കിതിലൂടെ വേണ്ടത്? ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനമായി മാറും. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് സക്സസ് എന്നല്ലേ പറയുന്നത്. കൺസിസ്റ്റന്റായി ഒരു കാര്യം ചെയ്യുന്നത് ആദ്യം വളരെ പ്രയാസമായി തോന്നുമെങ്കിലും ക്രമേണ എളുപ്പമായി മാറും. അമിതവണ്ണമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ജിമ്മിൽ പോയി ആ ദിവസം തന്നെ വെയിറ്റ് ലോസ് സംഭവിക്കില്ല. അതിന് നിങ്ങളുടെ പരിശീലകന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതും നിരന്തരവുമായ പരിശ്രമവും സമയം മാറ്റിവെക്കലും ഒക്കെ ആവശ്യമാണ്. ജിമ്മിൽ ഒരാഴ്ച പോയി മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് ചിന്തിച്ച് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കി കൺസിസ്റ്റന്റായി പോകുന്നവർക്ക് ആരോഗ്യകരമായ ശരീരം ലഭിക്കുന്നുമുണ്ട്. നിങ്ങളെ പിന്തുണയ്ക്കുന്ന, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങളുടെ കൂടെ നിർത്തുക. അത്തരം ആളുകളെ കണ്ടെത്തുക. അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഒരിക്കൽ ഒരു കുട്ടി അച്ഛന്റെ കൂടെ പാർക്കിൽ പോയി. അവിടെ അതാ പല നിറത്തിലുള്ള പട്ടങ്ങൾ പറത്തുന്ന കുട്ടികൾ. കുട്ടി അച്ഛനോട് ഒരു പട്ടം വാങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അച്ഛൻ വാങ്ങിക്കൊടുത്തു. അവൻ അതിനെ ഉയരങ്ങളിലേക്ക് പറത്തി കളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ നൂലില്ലായിരുന്നെങ്കിൽ ഈ പട്ടം കൂടുതൽ ഉയരത്തിൽ പറന്നേനെ. അതുകൊണ്ട് ഞാൻ നൂല് പൊട്ടിക്കുകയാണ്. അച്ഛന്റെ മറുപടിക്ക് കാക്കാതെ അവൻ നൂല് പൊട്ടിച്ചു. അവൻ പ്രതീക്ഷിച്ചതുപോലെ പട്ടം കൂടുതൽ ഉയരത്തിൽ പറന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ പട്ടം ഒരു കെട്ടിടത്തിന്റെ മേലെ പതിയെ പോയി വീണു. കുട്ടി ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വിചാരിച്ചത് നൂല് പൊട്ടിച്ചാൽ പട്ടം സ്വതന്ത്രമായി കൂടുതൽ ദൂരം പറക്കുമെന്നാണ്. പക്ഷെ അതെന്താ വീണുപോയത്? അച്ഛൻ പറഞ്ഞു, നിന്റെ പട്ടം കാറ്റിനെ മറികടന്ന് ഉയരത്തിൽ പറന്നത് അതിന് നൂലിന്റെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. നീ നൂല് പൊട്ടിച്ചപ്പോൾ അതിനതിന്റെ സപ്പോർട്ട് നഷ്ടമായി. ഈ പട്ടം പോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടും കൂടിയാണ് നമ്മൾ ജീവിതത്തിൽ വീഴാതെ മുന്നോട്ട് നടക്കുന്നത്. അതെ, പലതരം മനുഷ്യർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വിജയത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരം മനുഷ്യരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയാണ്. ഇവിടെ ചർച്ച ചെയ്ത 7 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ചാടിപ്പിടിക്കാൻ എപ്പോഴും തയ്യാറെടുത്ത് നിൽക്കുക. എല്ലാവരെയും അവസരങ്ങളും ഭാഗ്യവും തേടിയെത്തട്ടെയെന്ന് ആശംസിക്കുന്നു.